بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم 46-ാമത്തെ ഹദീസ് വഅൻ സുലൈമാന ബിൻ സുറദിൻ റളിയല്ലാഹു അൻഹു ഖാല സുലൈമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു ഖാല അദ്ദേഹം പറഞ്ഞു കുന്തു ഞാൻ ആയിരുന്നു ജാലിസൻ ഇരിക്കുകയായിരുന്നു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ തങ്ങളുടെ ഒപ്പം ഞാൻ ഇരിക്കുകയായിരുന്നു വറജുലാനി രണ്ട് മനുഷ്യന്മാർ യസ്തബ്ബാനി അവർ വഴക്ക് കൂടുന്നുണ്ട് കുറച്ചപ്പുറത്ത് രണ്ടാളുകൾ തമ്മിൽ വഴക്കടിക്കുന്നുണ്ട് വ അഹദുഹുമ ആ രണ്ടു പേരിൽ ഒരാൾ ഖദിഹ്മറ വജ്ഹുഹു അവൻ്റെ മുഖം ചുവന്നിരിക്കുന്നു രണ്ടുപേരിൽ ഒരാളുടെ മുഖം എന്തായിട്ടുണ്ട് ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട് വൻതഫഖത്ത് ഔദാജുഹു അവൻ്റെ കണ്ഠനാടികൾ വീർത്തിട്ടുണ്ട് ദേഷ്യം വന്നാൽ നമ്മുടെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ വീർത്ത് നിൽക്കുമല്ലോ അപ്പോൾ നാഡി ഞരമ്പുകളൊക്കെ എന്തായിട്ടുണ്ട് വീർത്ത് അതുപോലെ മുഖം ചുവന്ന് തുടിച്ചിട്ടുണ്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നി തീർച്ചയായിട്ടും ഞാൻ അറിവുള്ളവനാണ് കലിമത്തൻ ചില പദങ്ങളെ എനിക്കറിയാം ഒരു പദം ഇവിടെ കലിമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടർത്ഥമുണ്ട് കലിമത്തിന് അത് ഒന്ന് അതിൻ്റെ ലഫ്ലിയായ ഒറ്റ വാക്കിനും കലിമത്ത് എന്ന് പറയും പിന്നെ ഒരു പൂർണ്ണമായ ആശയം കിട്ടുന്ന ചില പദങ്ങൾക്കും കലിമത്ത് എന്ന് പറയും കലിമത്തു ജുംലത്തു മുഫീദക്കും പറയും ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു കലിമത്താണെന്ന് പറയും അത് സാങ്കേതിക അർത്ഥത്തിൽ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മോ ഫീലോ ഹർഫോ ഒറ്റ പദേ വരുള്ളൂ അപ്പോൾ ഇവിടെ എന്താണ് ഭാഷാപരമായിട്ട് കലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണമായ ആശയം കിട്ടുന്ന കുറച്ച് പദങ്ങൾ കൂടിച്ചേർന്നതിനും കലിമത്ത് എന്ന് പറയും അപ്പോൾ പറയാണ് എനിക്ക് ചില പദങ്ങൾ അറിയാം അപ്പോൾ അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർന്നു കാണാൻ യുദ്ധം ചെയ്യുന്നവനാണ് ഷഹീദ് എന്ന് പറഞ്ഞോർത്ത് കലിമത്ത് എന്നാണ് പ്രയോഗിച്ചത് ആ കലിമത്ത് ഏതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു കലിമത്ത് ശരിക്ക് അതിൻ്റെ ഭാഷാപരമായിട്ട് കലിമത്ത് എന്ന് പറയാം സാങ്കേതികമായി അത് കലിമത്ത് അല്ല പല കലിമത്തുകൾ കൂടിയതാണ് അപ്പോൾ ഇവിടെ എനിക്ക് ഒരു കലിമത്ത് അറിയാം അതായത് ചില പദങ്ങൾ അറിയാം ലൗ ഖാലഹ ആ ദേഷ്യം വന്ന വ്യക്തി ആ കലിമത്തിനെ പറഞ്ഞാൽ ലദഹബ അൻഹു അദ്ദേഹത്തിൽ നിന്നും നീങ്ങിപ്പോകും മാ യജിദു അദ്ദേഹം അനുഭവിക്കുന്നത് ദേഷ്യമൊക്കെ പോകും അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചില നിശ്ചിത പദങ്ങൾ ഉരുവിട്ടാൽ ആ ദേഷ്യം പോകും അങ്ങനത്തെ കലിമത്തുകൾ എനിക്കറിയാം അതെങ്ങാനും അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങൾ പോകുമായിരുന്നു ലൗ ഖാല അദ്ദേഹം പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ആട്ടിയോടിക്കപ്പെട്ട ശൈത്താനിൽ നിന്നും ഞാൻ എന്താകുന്നു അള്ളാഹുവിനോട് സംരക്ഷണം തേടുന്നു എന്ന് പറഞ്ഞാൽ ദഹബ മിൻഹു ആ വ്യക്തിയിൽ നിന്നും പോകും മാ ഒന്ന് യജിദു അദ്ദേഹം അനുഭവിക്കുന്ന ഒന്ന് ദേഷ്യം പോകുന്ന
ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, ലഹു അദ്ദേഹത്തോട്, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല പറഞ്ഞിരിക്കുന്നു. എന്തു പറഞ്ഞിട്ടുണ്ട്? ആ ദേഷ്യം വന്ന ആളോട് പറഞ്ഞു പോയിട്ട് എന്തു പറഞ്ഞിട്ടുണ്ട്? തഅവ്വദ്, നീ കാവൽ ചോദിക്ക്, ബില്ലാഹി അള്ളാഹുവിനോട്, മിനശ്ശൈത്താനിർ റജീം, ശൈത്താനിർ റജീം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആട്ടിയോടിക്കപ്പെട്ട ശൈത്താനിൽ നിന്നും കാവൽ തേടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് എന്ന് പോയി പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ സിസ്ക? ഇനി നോക്കി നിങ്ങൾ, നമുക്കത് അതിൽ പദങ്ങളിലേക്ക് പോയി നോക്കാം. കുന്തു ജാലിസൻ, കുന്തു കാന, കാന കാന കാനു, അങ്ങനെ സർപ്പാക്കി വരുമ്പോൾ കുന്തു എന്ന് പറയും. കുന്തു അതിൻ്റെ ഖബറാണ് ജാലിസൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലാനി യസ്തബ്ബാനി. സബ്ബ ചീത്ത പറയുക, അനാവശ്യം പറയുക, അതാണ് സബ്ബ് പറയുക. അതിൻ്റെ ഇസ്തിഫ്ആലം ബാബ, അല്ല സോറി, ഇഫ്തിആലം ബാബാണ്. യസ്തബ്ബാനി, യസ്തബ്ബാനി, യഫ്തഇലാനി, ആ ബാബാണത്. യസ്തബ്ബാനി, അവർ പരസ്പരം ഷണ്ഠ കൂടുന്നു, വഴക്കടിക്കുന്നു, അനാവശ്യ സംസാരത്തിൽ ഏർപ്പെടുന്നു. വ അഹദുഹുമാ ഖദ് ഇഹ്മറ, ഇഫ്അല്ല വജ്ഹുഹു, അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നിരിക്കുന്നു. വൻതഫഖത്ത്, നഫഖ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? നഫഖ ഊതുക, പൊള്ളക്കുക എന്നൊക്കെ അർത്ഥം. വൻതഫഖത്ത് വീർത്തു, ഔദാജുഹു, അവൻ്റെ കണ്ഠനാടികൾ വീർത്തു. ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, സോറി, ഇന്നി ലഅഅലമു കലിമത്തൻ, ലഅഅലമു, അഅലമു എന്നുണ്ടാകുക, അതിന് തൗക്കീദിന് വേണ്ടി ലാമു ഒന്നാണ്. ലൗ ഖാലഹ, ലൗ ഷർത്ത്, അദ്ദേഹം ആ കലിമത്തിനെ പറഞ്ഞാൽ, ലദഹബ, ഒരാൾ, ഇവിടെ ഒരാൾ എന്ന് വെച്ചാൽ മതി, ഒരാൾ ആ കലിമത്തിനെ പറഞ്ഞാൽ, ലദഹബ, അതിൻ്റെ ജവാബാണിത്. ദഹബ അൻഹു മാ യജിദു, യജിദു, വജദ യജിദു, അത് ഏത് ഫീലാണ്? ഫാ ഫീല്, മുഴുത്തല്ലായ ഫീലാണ് ഫാ ഫീല്. വജദ, അതിൻ്റെ മുതാരി ഉണ്ടെങ്കിൽ യജിദു, വാവ് കളഞ്ഞുപോയി. അപ്പോൾ വാവ് ഇല്ലത്തിൻ്റെ അക്ഷരാകുമ്പോൾ ഈ ഫാ ഫീൽ ഇല്ലത്തായിട്ട് വരുമ്പോൾ അതിൻ്റെ മുതാരിയിൽ വാവിനെ കളയും. യജിദു മുതാരിയാണ്, മൂന്നക്ഷരമാണ്, ശരിക്കും നാലക്ഷരം വേണ്ടേ മുതാരിനെ, അവിടെ വാവിനെ കളഞ്ഞു പോയി. ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ദഹബ മിൻഹു മാ യജിദു ഫഖാലു ലഹു ഇന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ തഅവ്വദ്. തഅവ്വദ യതഅവ്വദു, അതിൻ്റെ മസ്ദറാണ്. തഫഅല യതഫഅലു തഫഅുലൻ ഫഹുവ മുതഫഇലുൻ വതുഫഇല യുതഫഅലു തഫഅുലൻ ഫഹുവ മുതഫഅലുൻ അൽ അംറു മിൻഹു തഫഅൽ തഅവ്വദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അല്ലല്ല, ഇഹ്മറ എന്ന് പറഞ്ഞാൽ ഇഫ് അല്ല എന്നുള്ള വാക്കാണത്. അഹ്മറു എന്ന് പറഞ്ഞാൽ അത് ഇസ്മ, അഹ്മർ ചുവന്നത് എന്നർത്ഥം, ചുവന്ന വസ്തു. ഇഹ്മറ എന്ന് പറഞ്ഞാൽ ഫീൽ അല്ല, ഇത് ഇഹ്മറ എന്നാണ്. ഇഹ്മറ ഫീലാണിത്. ഇഫ് അല്ല, ഇഫ് അല്ല, ഇഫ് അല്ല യഫ്അല്ലു ഇഫ്ഇലാല്, യഹ്മറു ഇഹ്മിറാറ്. പിന്നെ അഹ്മർ എന്ന് പറയും, അഹ്മർ ചുവന്ന്, അതന്നെ അതന്നെ അതല്ല, വേറെ അഹ്മർ എന്ന് പറയും. അസ്വദ്, അബിയദ്, അഹ്മർ, റെഡ്, അതിന് അഹ്മർ, അത് ഇസ്മാണ്, ചുവന്ന വസ്തു. ഇത് ഫീലാണ് പറയുന്നത്. അല്ല, അത് അതിന്റെ ബാബ് മാറി, അത് മജ്ഹൂലായി. മഅറൂഫ് ആവുമ്പോ വജദ യജിദു, വുജിദ യൂജദു, അവിടെ ബാബ് ഉണ്ടാവും. വുജിദന്റെ മജ്ഹൂലാവുമ്പോ വജദന്റെ മജ്ഹൂലാണ് വുജിദ, അപ്പൊ യൂജദു. ഏതുപോലെ ലം യലിദ്, അല്ലാഹു ആയതിൽ കണ്ടില്ലേ, ലം യലിദ്, അവിടെ വലദ യലിദു, അതിന്റെ മുദാരിയാണ്. വലം യൂലദ്, കണ്ട അവിടെ വാവ് വന്നു. മജ്ഹൂലിൽ വാവ് വരും, മഅറൂഫിൽ, അതായത് കെസറിന്റെയും മുലാറത്തിന്റെയും ഇടക്ക് വാവ് വന്നാൽ വാവിനെ കളയുന്ന.
മുലാറത്തിൻ്റെ ലെറ്ററാണ് യാ. പിന്നെ കെസറാണ് ഐൻ ഫീലിന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വാവ് വന്ന കളയും. അപ്പം കെസർ നീങ്ങിപ്പോയാൽ അവിടെ നിൽക്കും. ഉജിത യൂജതു, ഔജത യൂജിതു, ഔജത യൂജിതു ഉണ്ടാക്കി, വജത ഉണ്ടായി, ഔജത ഉണ്ടാക്കി. ക്ലിയർ അല്ലേ അസീസ്ക? കൂടി പറഞ്ഞു എന്നല്ല, നമ്മളവിടെ എത്തിയിട്ടില്ല. മുഴത്തലിന്റെ ഭാഗം നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് ഒന്നാലും ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വജദ യജിദു, കുൽഹു അള്ളാഹു അതൊക്കെ ഓതുന്നല്ലേ, അവിടെ നമുക്ക് ഓർമ്മ വരുമല്ലോ. ലം യലിദ് എന്നാ. എന്താ അങ്ങനെ ലമ്മ് മുതാരിയിലല്ലേ വരിക? മുതാരിയിൽ അങ്ങനെ 3 അക്ഷരല്ലുള്ളൂ. യ ലിദ്. അപ്പൊ യൗലിദ് എന്നുണ്ടാകുക. യൗലിദ് ആ വാവ് കളയപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത് പറയട്ടെ. وعن معاذ بن أنس رضي الله عنه أن النبي صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ വല്ല ഒരാളും കലമ അവൻ അടക്കി വെച്ചു, ഗൈലൻ ശക്തമായ ദേശത്തെ, ഗൈല് ശക്തമായ ദേശത്തിനെ ഒരാൾ അടക്കി നിർത്തി, കൺട്രോളാണ് ചെയ്തു. ഏതവസ്ഥയിൽ? വഹുവ ഖാദിറുൻ, അവന് കഴിവുള്ളവനാണ്, ആ വ്യക്തി കഴിവുള്ളവനാണ്, അലാ അൻ യുംഫിദഹു, അത് നടപ്പിൽ വരുത്താൻ കഴിയും. നല്ല ദേഷ്യം വന്ന് ഒരടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു? ആരോടാണോ ദേഷ്യം പിടിച്ചത് അവനക്ക് ഒന്നുകൊണ്ട് കൊടുക്കാനുള്ള കെൽപ്പുണ്ട്, ശക്തിയുണ്ട്, ഓന് കൊള്ളാനുള്ള ശേഷിയുണ്ട്, ഇവന് കൊടുക്കാനുള്ള കഴിവുണ്ട്. നടപ്പിലാക്കിയാലും ഒരു പ്രശ്നമല്ല. ആ നിലക്ക് അവൻ അടക്കിണ്ട് വെച്ചു, അതുകൊണ്ട് കൺട്രോൾ ചെയ്തു. ഒന്നുകൂടി പറയാം. മൻ ഒരാൾ, കലമ അവൻ അടക്കി വെച്ചു, ഗൈലൻ ശക്തമായ ദേശത്തിന്, സാധാ ദേശീയല്ല ശക്തമായ ദേശത്തിന്, വഹുവ ഖാദിറുൻ അവൻ കഴിവുള്ളവനാണ്, അലാ അൻ യുംഫിദഹു ആ ദേഷ്യം അടക്കി നടപ്പിലാക്കാൻ അവൻ കഴിവുള്ളവനാണ്. അത് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ തല്ലാനാണെങ്കിൽ തല്ലാനാണെങ്കിൽ, അടിച്ചാനാണെങ്കിൽ അടിച്ചാൻ, കുത്താനാണെങ്കിൽ കുത്താൻ, എന്തിനാണെങ്കിലും ശേഷിയുള്ളവനാണ്. അങ്ങനെയുള്ള ഒരാൾ അടക്കി നിർത്തിയാൽ ദഅാഹുല്ലാഹു, ദഅാഹു അവനെ വിളിക്കും അല്ലാഹു, അല്ലാഹു വിളിക്കും, സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കും, അലാ റുഊസിൽ ഖലായിഖി സൃഷ്ടികളുടെ മധ്യത്തിലേക്ക് വിളിക്കും, യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ സൃഷ്ടികളുടെ ഇടയിലേക്ക് വിളിക്കും. എന്നിട്ടോ ഹത്താ യുഖയ്യിറഹു അല്ലാഹു അവന് ചോയ്സ് കൊടുക്കുകയും ചെയ്യും. യുഖയ്യിറ ഹത്താ അൻ അവിടെ മറിഞ്ഞിട്ടുണ്ടാവും. അയ്യുഖയ്യിറഹു അവനക്ക് തഖ്യീർ നൽകും, ഇഷ്ടം പ്രവർത്തിക്കാനുള്ള ചോയ്സ് നൽകും. മിനൽ ഹൂരിൽ ഈൻ ഹൂറുൽ ഈങ്ങളിൽ നിന്ന് മാഷാ അവൻ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ. ഹൂറുൽ ഈങ്ങളായ സ്ത്രീകളിൽ, സ്വർഗത്തിലെ സ്ത്രീകളാണ്, അവരിൽ നിന്ന് ഇഷ്ടമുള്ളതിനെ അവനക്ക് ഇഷ്ടമുള്ള അത്ര സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അവന് ഒരു 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 പവർ കൊടുക്കുകയും ചെയ്യും. ഹൂറുൽ ഈൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കണ്ണുകളൊക്കെ, സ്ത്രീകൾക്ക് ഭംഗി കൂടുതലും കണ്ണിലാണല്ലോ, നല്ല വിശാലമായ കണ്ണുള്ള പെണ്ണ്, അങ്ങനത്തെ പെണ്ണ്, അതാണ് ഹൂറുൽ ഈൻ എന്ന് പറഞ്ഞാൽ, സ്വർഗ സ്ത്രീകൾ. അപ്പോൾ നോക്ക് നിങ്ങൾ, അപ്പോൾ ശക്തമായ ദേഷ്യം അത് കൺട്രോൾ ചെയ്തു. അവിടെ ശ്രദ്ധിക്കണം, ഓനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്കിപ്പോൾ എന്ത് ചെയ്യണ്ടേ, ഒരു നല്ലൊരു ആളോ ഒരു പോലീസുകാരനോട് നമുക്ക് ശക്തമായ ദേഷ്യം തോന്നി, നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ അത് പിടിച്ചടിക്കും. പക്ഷെ നമുക്ക് അല്ലേ
കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൺട്രോൾ ചെയ്ത് പോകും. അങ്ങനത്തെ അല്ല അത്. നമ്മൾ നല്ല തടി ഉള്ള ഒരാളാണ്, നമ്മുടെ കീഴിലുള്ളൊരു ജോലിക്കാരനാണ്, ഒരു ഉദ്യോഗസ്ഥനാണ്, എന്തോ ഒരു വേണ്ടാവൃത്തി കാണിച്ചു, ശക്തമായ ദേഷ്യം വന്നു, അത് നടപ്പിലാക്കാൻ ധാർമ്മികപരമായൊക്കെ ഉത്തരവാദിത്വമുണ്ട്, ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമാക്കില്ല. ആ നിലക്ക് ക്ഷമിച്ചു കൊടുത്താൽ, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, നാളെ സൃഷ്ടികളുടെ മധ്യത്തിലേക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ വിളിക്കും. എന്നിട്ട് അവന് എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്? ഹുറൂറുലീങ്ങളിൽ നിന്ന് അവന് ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി. ക്ലിയർ അല്ലേ? സ്ത്രീകൾക്കോ സുഹേൽ സാറേ? സ്ത്രീകൾക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കോളണമെന്നില്ല. ഈ രൂപത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കൺട്രോൾ ചെയ്താൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കും. ഈ സ്ത്രീകളാരും കേൾക്കണമെന്നില്ലല്ലോ, നമ്മുടെ വോയിസ് കേൾക്കണ്ട. പെണ്ണുങ്ങളാരും കേൾക്കണില്ലെങ്കിൽ ഒരു കാര്യം പറയാം, യൂട്യൂബിൽ ഇടുമ്പോൾ കേൾക്കുന്നു. ഇത് വീഡിയോ യൂട്യൂബിൽ കിട്ടുമല്ലോ അല്ലേ? പൊതുവെ ആണുങ്ങൾക്ക് പല പെണ്ണുങ്ങളോടും താല്പര്യം ഉണ്ടാവും. അത് ആണുങ്ങളുടെ ഒരു പ്രകൃതമാണ്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. പൊതുവെ സ്ത്രീകൾക്ക് സുഹേൽ സാറിന്റെ മൈക്ക അതുകൊണ്ട് മാത്രല്ല, വേറെ പ്രശ്നമുണ്ട് അവിടെ. ആരെ കുട്ടിയാന്ന് അറിയില്ലല്ലോ. രണ്ടാണ് കൂടി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ അല്ല, ഒരു ഫോട്ടോ കണ്ടിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ പലതും ഉണ്ട്, പല വിഷയങ്ങളും ഉണ്ട്. നമ്മുടെ അവസാന നാളല്ലേ ഇന്നിപ്പോ ഒരു നമ്മളോട് സ്വകാര്യം പറയാ. ഒരു സ്ത്രീകളായിരുന്നു പണ്ട് വേശ്യകളായിട്ടുണ്ടായിരുന്നു. ഇപ്പോ പുരുഷന്മാരും എന്തായി, അവർക്ക് വേശ്യ എന്ന് പറയില്ല, വേശ്യ എന്നുള്ളത് സ്ത്രീകളുടെ ഇതായിട്ട് പറയണതാണ്. ഏഹ് അങ്ങനത്തെ ഒരാളെ ഇന്റർവ്യൂ നടത്തി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇതിൽ കണ്ടു ഫേസ്ബുക്കിൽ. അത് കണ്ടിട്ടുണ്ടോ? ആ, ഇന്നലെ ഞാനും കണ്ടു അതില്. ആ അത് വ്യാപകമായിട്ടില്ലല്ലോ. നമ്മൾ പണ്ടത്തെ കാലമൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ നാട്ടിലും മലപ്പുറത്തും കോഴിക്കോടും പാലക്കാട് ആ ഏരിയയിലൊന്നും അതില്ലല്ലോ. പണ്ട് കാലത്ത് പല കാര്യങ്ങളും. ഇപ്പൊ അങ്ങനെയല്ല, കേരളത്തിലും ഉണ്ട് എന്ന് പറയണേ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹം പറയാണ്, ഈ 40 കഴിഞ്ഞ സ്ത്രീകളുണ്ടല്ലോ, ആ 40 കഴിഞ്ഞ സ്ത്രീകളാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവരെ കൂടുതലും വിളിക്കുന്നത്. അദ്ദേഹത്തെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാണ്. ഇന്റർവ്യൂ അല്ല ഞാൻ കണ്ടത്, അതിന്റെ ടെക്സ്റ്റ് മെസ്സേജാണ് ഞാൻ കണ്ടത്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ 40, അപ്പൊ ഈ അവരുടെ ഭർത്താക്കന്മാർക്ക് താല്പര്യമല്ല എന്ന് പറയാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? പൊതുവെ ഒരു കാര്യം പറയണേ, ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ
സാധുക്കളാണ്. അപ്പോൾ അവർക്ക് നമുക്ക് താല്പര്യമില്ലെങ്കിലും അവരുടെ താല്പര്യം അടക്കുന്നതിന് വേണ്ടി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നടത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ കുടുംബജീവിതം ബുദ്ധിമുട്ടിലാവും. അദ്ദേഹം പറയുന്ന ഒരു ആ ടെക്സ്റ്റിൽ കണ്ടു, ഫാമിലി അടക്കം വിളിക്കൂത്രേ. ഒരു മാപ്പിളയും പെണ്ണും വിളിക്കും. എന്നിട്ട് അവരെ മുമ്പിൽ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യണം, ഇദ്ദേഹം ചെയ്യണം. അപ്പോൾ എത്രത്തോളം എത്തി നമ്മുടെ നാട്ടിലെ അധപ്പതനം. ഇതിപ്പോൾ നമ്മൾ അറിയുന്നതാട്ടോ ഈ പറഞ്ഞത്. അറിയുന്നത് പറഞ്ഞാൽ ഫേസ്ബുക്കിലായതുകൊണ്ട് നമ്മൾ അറിഞ്ഞാണ്. ഇതിലേറെ ഗൗരവമായിരിക്കും, ഇതിലേറെ ഒന്നുകൂടി അപ്പുറത്തായിരിക്കും റിയാലിറ്റി ഉണ്ടാകുക. പറഞ്ഞു വന്നത്, പൊതുവെ പുരുഷന്മാർക്ക് ഇത്തരം കാര്യങ്ങളോട് താല്പര്യം കൂടുതലായിരിക്കും. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് പൊതുവെ ഒരാൾ, അതായത് ഭർത്താവിനോട് മാത്രമേ എന്താവുള്ളൂ, പൊതുവെ കേട്ടോ. ഇനി ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ ഇങ്ങനെ ഈ ജനറലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവുമല്ലോ. ഏതൊരു തിയറിക്കും എക്സെപ്ഷൻ ഉണ്ടാവും. അതേപോലെ അതുകൊണ്ടാണ് ഇവിടെ പുരുഷന് പ്രത്യേകമാക്കിയത്. പിന്നെ പൊതുവെ ദേഷ്യം കൂടുതലും പ്രഷറും അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കാണ് കൂടുതൽ ഉണ്ടാവുക. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നർത്ഥം. പിന്നെ ക്യാമ്പസിലാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അറിയുന്നതിനും അപ്പുറത്താണ്. ഇന്ന് ഇന്നിപ്പോ ഒരു കേസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പെൺകുട്ടി എന്ത് ചെയ്തു, വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. മുസ്ലിം തന്നെയാണ്. എന്താണ്, ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. ഈ പെണ്ണിൻ്റെ ഉപ്പ എന്തായാലും നിക്കാഹ് ചെയ്ത് കൊടുക്കൂല. അതൊരു പുത്തൻവാദിയായ ഒരാളാണ്. കേസ് വന്ന് പിന്നെ അത് എന്തൊക്കെയാ കാണിച്ച് നമ്മുടെ മഹല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത് പിന്നെ എന്തോ മഹലൊക്കെ ഇടപെട്ട് വിഷയങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ചെയ്തു കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ അനിയനെ കൊണ്ട് വക്കാലത്തൊക്കെ ആക്കി ചെയ്തു കൊടുപ്പിച്ചു. നമുക്കപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകൾ, അതൊന്നും നോക്കാത്ത കുറേ ആളുകളുണ്ടല്ലോ. അതുപോലെ മറ്റൊരു കേസ് കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയപ്പോൾ പറയാം. നമ്മളിതൊരു എന്താണ്, എന്താ പറയുക, അതിൻ്റെ അവസ്ഥ പറയാൻ വേണ്ടി പറഞ്ഞു. രണ്ട് പെൺകുട്ടികൾ തമ്മിൽ എന്തോ ബാംഗ്ലൂർ പോയിട്ട് ഒരു ജോലിക്ക് പോയതാണ്. ഭർത്താവ് ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ചു. എന്നിട്ട് പെണ്ണിനെ ബാംഗ്ലൂർക്ക് ജോലിക്ക് വിട്ടു. ആ ഭർത്താവിൻ്റെ വാപ്പ പറയണേ, ആ ഭർത്താവിനെ ഇപ്പോൾ ആർക്ക് വേണ്ട, ഈ പെണ്ണിന് വേണ്ട. ഒരു കുട്ടിയൊക്കെ ഉണ്ട്. ആ കുട്ടിക്ക് ഒരു കൂട്ടുകാരത്തിണ്ട്. ആ കൂട്ടുകാരത്തിന് മതി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്നത്തെ അവസ്ഥ പറയാം. അതെ അതെ, ലെസ്ബിയൻ. നമ്മളിപ്പോൾ അത് അങ്ങനെ പറയണില്ല, അതാ വാപ്പ പറഞ്ഞ അടിസ്ഥാനത്തിൽ പറയണം. അപ്പം ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം ഇന്നത്തെ അവസ്ഥ. അപ്പം ഏതായാലും ഈ കാലഘട്ടങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം ആണ് നമ്മളുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ആ ആ അതെ അതെ ഉണ്ട്.
കാലത്തൊക്കെ നല്ലൊരു ഇതിൽ പഠിച്ച് വിദ്യാഭ്യാസം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ജിഹാദാണ്. നല്ല നിലക്ക് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്തരം ഒരുപാട് ഹറാമുകളും അന്തരീക്ഷത്തിലാണ് പൊതുവെ ഉള്ളത്. ഇതൊന്നും ഒരു തെറ്റല്ല എന്നുള്ള രൂപത്തിൽ എന്തായിട്ടുണ്ട്. അതെ, തെറ്റല്ല എന്നുള്ള രൂപത്തിലേക്ക് മാറി. ഉം. ഏതായാലും അള്ളാഹു നമ്മയും കുടുംബങ്ങളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ എന്ന് ദ്വാരക്ക. അപ്പൊ ഉം, ഉം, ആ, ആ, ഉം, 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 ഉം. ഞങ്ങള് അതെ അതെ അത് ഒന്ന് ആ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് വളരെ അപകടമാണ്. അതുകൊണ്ടാണ് ഉസ്താദ്മാർ പറയല് ഈ സിയാർത്തുകളും മറ്റു വിഷയങ്ങളും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉം, 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 ഉം. ഇവിടെ ഞങ്ങ ഇൻഷാ അല്ലാ. എല്ലാ ഉണ്ട് അങ്ങനെ കേസുകള് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടലുണ്ട് പറയാം. ഉം, 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 ഉം. അല്ലാ. ഏതായാലും നമ്മുടെ ആ ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമുക്കും നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ എന്നൊന്നും ഇനി പറയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ കുടുംബക്കാരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനേ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താ ചെയ്യുക, അതിനു വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ വീടുകളിൽ ഇത്തരം കേസുകൾ, ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇല്ലാതെയാക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ നാട്ടിൽ മൊത്തം സംസാരിക്കാനോ പറയാനോ ഒന്നും കഴിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുടുംബങ്ങളിൽ, ഇപ്പം നമ്മുടെ കുടുംബം പറഞ്ഞാൽ ഈ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ വരെ ചില പെൺകുട്ടികളും ചില ആളുകൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഈ പല ആശയങ്ങൾ ഇത്തരം ഈ നേരത്തെ പറഞ്ഞതുപോലെ നോർമലൈസ് ചെയ്തിട്ടും അതുപോലെ ജനറലൈസ് ചെയ്തിട്ടും മറ്റേ നിരീശ്വരവാദം, വിശ്വാസമില്ലായ്മ, നമ്മുടെ വിശ്വാസങ്ങളോടൊരു അവമതിപ്പ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ചികിത്സിച്ച് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ഉം, അതെ അതെ. ഉം,
ചർച്ച ചെയ്തത് കാര്യത്തിലാവണം. റാഫിക്ക അസീസ്ക്കാർ എന്തൊന്നും ഉണ്ടാത്ത ഞാൻ നിങ്ങളോട് ഞാൻ നാളെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു കുട്ടിയുടെ ഫോൺ ചാറ്റിങ് ഞാൻ പിടിച്ചു. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വേറൊരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുകയാണ്. ആ പെൺകുട്ടിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അനുഭവം പറയണേ. നീ ധൈര്യമായിട്ട് പറഞ്ഞോ, അനക്കൊരാളുണ്ട്. നമ്മൾ എന്താ വരുന്നത് വെച്ചാൽ ഇയാളുടെ പ്രശ്നം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ നേരിടണം. ആര് ഈ കുട്ടികളായി പറയണത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഈ പറയണത്. ഇത് വീട്ടിൽ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, ഇത് എന്താ എന്ത് പ്രശ്നം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റാക്കാം എന്ന് പറയണ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്ന് പറയാം. പിന്നെ ഇപ്പം നമുക്കൊക്കെ ഇടപെടുന്നതിലും ഇതിലൊക്കെ ഒരു പരിധി, നേരത്തെ പറഞ്ഞ പോലെ പരിധിയുണ്ട്. രക്ഷിതാക്കൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി ജാഗ്രത കാണിച്ച് ശ്രദ്ധിച്ച്, അതുതന്നെ ഒരു ഹെലികോപ്റ്റർ പാരൻറ്റിങ് പോലെ അല്ല, അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ട് വന്നെങ്കിലേ നമ്മുടെ മക്കൾ നമ്മുടേതാവൂ എന്ന രൂപത്തിലേക്ക് എന്താൻ പറ്റുള്ളൂ, എത്തും. ഇല്ലെങ്കിൽ എന്താവും, പ്രശ്നം തന്നെയാണ്, ഭയങ്കര പ്രശ്നം തന്നെയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ അതെ. നമ്മളെ കുട്ടികൾക്ക് പേടിയില്ലല്ലോ, പേടിയില്ല. ക്ലിയർ ആവണില്ല, വോയിസ് ബ്രേക്ക് ആവുന്നു. വോയിസ് ബ്രേക്ക് വോയിസ് ബ്രേക്ക് ആവും. ആ ആ ഉം, ഉം. കെ എസ് ആർ ടി സി ബസ് ആയിട്ട് കെ എസ് ആർ ടി സി ബസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം പോലും ഇല്ല. ഉം. ആ ബസ്സിനെ പോലെ ജീവനില്ലാത്ത ഒരാളെ പോലെ നമ്മളൊന്ന് ഇനി ഉപദേശിച്ചാൽ തന്നെ നമ്മളൊക്കെ ഒരു തന്ത വൈബിന്റെ ആളുകളായി പോയി അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോ നോക്കാം, മുആദ് നമ്മളിപ്പോ ഹൂർലിങ്ങൾ അവിടുന്ന് പോകുന്നത്. അപ്പോ അല്ലേ, ഹൂർലിങ്ങള് ഇഷ്ടമുള്ള ഹൂർലിങ്ങളെ തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കും. ആർക്ക്? ദേഷ്യം, ശക്തമായ ദേഷ്യം വന്നു, ആ ദേഷ്യത്തിൻ്റെ ഫലമായി ആരോടാണോ ദേഷ്യപ്പെടുന്നത് അവനോട് അത് പ്രതികാരം ചെയ്യാൻ എല്ലാ ശേഷിയും ഉണ്ടായിരിക്കെ ക്ഷമിച്ച ആൾക്ക് സ്വർഗമുണ്ട് എന്ന് ചുരുക്കം. അതല്ല അതിൻ്റെ ചുരുക്കം. പെണ്ണുങ്ങളുടെ അടുത്തില്ലല്ലോ. ആ അപ്പൊ പിന്നെ പറഞ്ഞു, കുറവ് തോന്നൂല സ്വർഗത്തിലെ. ഡോക്ടർ സാഹിബിന്റെ പെണ്ണുങ്ങൾ അവിടെ ഉണ്ട് വന്നോ? ഏതായാലും നമുക്ക് പറയാനുള്ളത് പറയണല്ലോ. അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാല് ഇതിൻ്റെയൊക്കെ ഒരു ലാസിമായ ഒരു മാനുണ്ട് പറയുന്നതിൻ്റെയൊക്കെ. അതായത് സ്വർഗത്തിലായിരിക്കും.
അള്ളാഹുവിന് വേണ്ടി പള്ളി നിർമ്മിച്ചാൽ അവന് സ്വർഗത്തിലൊരു വീട് നിർമ്മിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവൻ സ്വർഗത്തിലായിരിക്കും. വീട് സ്വർഗത്തിലും ഇവൻ വേറെ നരകത്തിലുമായിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇവന് സ്വർഗത്തിലെ ഈ ഹൂറുലീങ്ങൾ എന്ന് പറഞ്ഞാൽ അതല്ല അത് ഒന്നുള്ളൂ ഒരു അനുഗ്രഹം. ഹൂറുലീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലല്ലോ സ്വർഗം. നമുക്ക് എന്താണ് താല്പര്യമുള്ള, പൊതുവെ പുരുഷന്മാർക്ക് താല്പര്യമുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. വേറെയും ഒരുപാടുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരാളും കണ്ണുകൊണ്ട് കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത ആ രൂപത്തിലുള്ള സൗകര്യങ്ങളും ആഡംബരങ്ങളുമാണ് അന്നുണ്ടാവുക, അവിടെ ഉണ്ടാവുക. നമ്മൾക്കൊന്നും എന്താ പറയുക, ഭക്ഷണമാവട്ടെ, നമ്മൾ ഇന്ന് ലോകത്തെ ഏറ്റവും വില പിടിപ്പുള്ള ഭക്ഷണം ഏതാ, അങ്ങനത്തെ അതിനേക്കാളും അതന്നെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഏതൊരു മീനിൻ്റെ മുട്ടയാണ് ഏറ്റവും വില പിടിപ്പുള്ള ഭക്ഷണം എന്നൊരു ഇത് കണ്ടിരുന്നത്. ഒരു കടലത്തെ ഏതോ ഒരു മീനിൻ്റെ മുട്ട, അതത്രേ, അത് പാകം ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും എക്സ്പെൻസീവായ ഫുഡ്. അപ്പം അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ ദുനിയാവിലുള്ള എക്സ്പെൻസീവും എന്താ പറയുക ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും ഇതിനെ പറ്റി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. നല്ല വില പിടിപ്പുള്ള. അപ്പോൾ അതേപോലെ വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മൾ കുടിക്കുന്ന വെള്ളം 20 ഉറുപ്പ്യയുടെ വെള്ളം, 12 ഉറുപ്പ്യയുടെ വെള്ളം ഒക്കെയാണ്. അതേ വെള്ളം തന്നെ അപ്പോൾ നമ്മുടെ ഈ സെലിബ്രിറ്റികൾ കുടിക്കുന്നത് 4000-5000 ഉറുപ്പ്യക്ക് 1 ലിറ്ററിൻ്റെ വെള്ളമാണ് അവർ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ദുനിയാവിൽ തന്നെ നമുക്ക് സ്വർഗത്തിലെ അനുഗ്രഹം ഓർത്തെടുക്കാൻ പറ്റുന്ന പല സംഗതികളും ഉണ്ടാവും, പല സംഗതികളും മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ പക്ഷെ അതൊന്നല്ല, അതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ സ്വർഗത്തിലായിരിക്കും എന്ന് ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, കലമ മാലിയ ഫീലാണ്, യുൻഫിദ, അൻഫദ യുൻഫിദു കേട്ടോ, അൻ യുൻഫിദാണ്, അൻ വന്നുകൊണ്ടാണ് നെസ്ബായത് യുൻഫിദ. അത് യൻഫഉ, അതെന്താ ചെയ്യേണ്ടത് അറിയോ, അത് നമ്മൾ അതിൻ്റെ റൂട്ട് വേർഡിലേക്ക് എത്തണം. ഇപ്പോൾ ഉപകരിക്കുക എന്നുള്ളതിൻ്റെ പദം നഫ്ഐനാണ് അല്ലേ, ഇത് നഫ്ദ് എന്നാണ്, ദാലാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പദം കിട്ടിയാലും അതിൻ്റെ റൂട്ട് വേറെ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം, മസ്തർ ഏതാന്ന് നോക്കണം. അപ്പോൾ കലമ, അപ്പോൾ അതിൻ്റെ ഓരോ ലെറ്ററുകൾ നമ്മൾ, അപ്പോൾ സലിമ നോക്ക് നിങ്ങൾ, സലിമ, അലിമ നോക്ക്, പ്രവർത്തിച്ചു എന്നല്ലേ, അലിമ അറിഞ്ഞു. അമില എന്ന് പറഞ്ഞാലോ പ്രവർത്തിച്ചു എന്ന്, ഒരക്ഷരം അങ്ങോട്ട് വീണ്ടും മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും റൂട്ടായിട്ടുള്ള ഒരു വേർഡിലേക്ക് നോക്കുക. അമല് ഇൽമ് കണ്ടോ, അമല് ഇൽമ്, അപ്പോൾ നമുക്ക് അതിന് ഇത് കിട്ടും. അതേപോലെ യൻഫ, അതുപോലെ യൻഫഉ, അതിൻ്റെ എന്ത് വരും, നഫഅ യൻഫഉ. അതേപോലെ നഫിദ യൻഫദു, അൻഫദ യുൻഫിദു. ദഅ ആലിയ ഫീലാണ്, ദഅ. പിന്നെ സുബ്ഹാനഹു വ തആല യുഖയ്യിറഹു, ഖയ്യറ യുഖയ്യിറു, സുലാസി മസീദ് ഫീഹി മാ ഷാഅ. അടുത്ത പറയട്ടെ, ഒന്നുകൂടി പറയാം അല്ലേ. വൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റജുലൻ, ഒരു മനുഷ്യൻ, ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഔസിനി, ഔസാ യൂസി, ഔസിനി അമ്രാൻ, ഔസി അങ്ങ് ഉപദേശിക്കണം, നീ എന്നെ, എനിക്കൊരു ഉപദേശം നൽകണം നബിയേ എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്. അതാണ് ഉപദേശം. നീ എന്ത് ചെയ്യരുത്, ദേഷ്യം പിടിക്കരുത്, നീ ദേഷ്യം പിടിക്കരുത്. ലാ തഗ്ളബ്. ഫറദ്ദദ, അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, മിറാറൻ, പലതവണ അദ്ദേഹം ആവർത്തിച്ചു, ഒരു ഉപദേശം കൊണ്ടാണ് പലതവണ ആവർത്തിച്ചു. പല അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്, ക്ഷമ കൈക്കൊള്ളണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഉപദേശം ചോദിച്ചു വന്ന ഒരു സ്വഹാബിക്ക് കൊടുത്തെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഉപദേശം കൊടുക്കായിരുന്നു. പക്ഷെ അത്രയും പ്രധാനം ഈ ദേഷ്യപ്പെടരുത് എന്നുള്ളതിന് ക്ഷമ കൈക്കൊള്ളണം എന്നതിനുണ്ട് എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ക്ഷമക്ക് വളരെ പ്രാധാന്യം. 49 വൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ യസാലുൽ ബലാഉ മാ സാല മാ ബരിഅ മാ ഫതിഅ മംഫക്ക കാന സ്വാറ ലല്ല എന്ന് വെച്ചാലോ അതിൻ്റെ ആ മാസാല ഇത് കാണുമ്പോൾ നെഗറ്റീവാണ് മാ യസാലു പറയുമ്പോൾ, പക്ഷെ പോസിറ്റീവാണ് അർത്ഥം. മാ യസാലുൽ ബലാഉ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബിൽ മുഅ്മിനി ഒരു മുഅ്മിനിക്ക്, ഫി നഫ്സിഹി അവൻ്റെ ശരീരത്തിൽ, അപ്പോൾ വലതിഹി അവൻ്റെ മക്കളിൽ, അപ്പോൾ മാലിഹി അവൻ്റെ സമ്പത്തിൽ. ഒരു മുസ്ലിമിനിക്ക് ഒരു മുഅ്മിനായ മനുഷ്യനിക്ക്, അത് ആണാവാം പെണ്ണാവാം, ഒരു മുഅ്മിനായ മനുഷ്യന് പരീക്ഷണം അവൻ്റെ സ്വന്തം ശരീരത്തിലും അവൻ്റെ സന്താനങ്ങളിലും അവൻ്റെ സമ്പത്തുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതുവരെ എന്നറിയുമ്പോൾ ഹത്താ യൽഖല്ലാഹ തആല, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. എങ്ങനെ കണ്ടുമുട്ടും ശ്രദ്ധിക്കണേ, അവിടെ നമ്മൾ പോയിന്റ്. വമാ അലൈഹി ഖത്തിയത്തുൻ, വമാ അലൈഹി അവൻ്റെ മേലില്ല, ഖത്തിയത്തുൻ ദോഷങ്ങളില്ല, ദോഷമുണ്ടാകും. അപ്പോൾ പരീക്ഷണം അള്ളാഹു നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു മറ്റൊരു ഭാഗത്തു കൂടെ പുറത്തു തരുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ ഒരു ദോഷവുമില്ലാതെ, ഒരു കുറ്റവുമില്ലാതെ, കുറവുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രൂപത്തിൽ അവന് പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മയസാലുൽ ബലാഉ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബിൽ മുഅ്മിൻ ഒരു മുഅ്മിനിക്ക്, ഫീ നഫ്സി എവിടെയൊക്കെ ഉണ്ടാവും, നഫ്സിലും വലതിലും മാലിലും. ഏതുവരെ എന്നറിയോ, മരിക്കുന്നത് വരെ, അള്ളാഹുവിനെ കാണുന്നവരെ എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ. ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖത്തിയത്തുൻ, ഒരു ദേഷ്യവും ഇല്ലാതെ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ സിസ്ക? ഒരു ദോഷവും ഇല്ല. വമാ അലൈഹി അവൻ്റെ മേലില്ല, ഖത്തിയത്തുൻ ഒരു ദോഷവുമില്ല. കാരണം അവൻ്റെ ദോഷങ്ങൾ ഔസ യൂസി എന്നുണ്ട്. ഔസ അത് അതിന്റെ മുലാരിയാണിത്. ഔസ യൂസി, യൂസി യൂസിയാനി യൂസൂന, തൂസി തൂസിയാനി യൂസീന, തൂസി തൂസിയാനി തൂസൂന, തൂസീന തൂസിയാനി തൂസീന, തൂസി അതാണ്. ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഊസീക്കും ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. മനസ്സിലായോ? ഔസ യൂസി മുതാരിയാണ് വരിക. കാരണം ഔസ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്, 4 അക്ഷരം ഉണ്ടായില്ലേ? സുലാസി മജീദ് ഫീഹാണത്. ഔസ അത് ഇതിവിടെ അമ്രിൽ ഒരു അവസാനം യാ ആയതുകൊണ്ട് കളഞ്ഞതാണ്. ഔസി, ഔസി എന്നാണ് അമ്ര. ഓക്കെ മതി. അടുത്ത് കുറച്ച് വലിയ ഹദീസ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ക്ലിയർ അല്ലേ ഇത് റാഫിക? ദേഷ്യം വരുന്ന സമയത്ത് ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞ പോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, എന്നിട്ടും ദേഷ്യം പോണില്ല. അപ്പോൾ ഇരിക്കുകയാണെങ്കിൽ നിൽക്കുക, നിന്നിട്ടും പോണില്ല, നടക്കുക, നടന്നിട്ടും പോണില്ല. അപ്പോൾ പൈപ്പിൻ്റെ അടുത്തേക്ക് നടക്കുക, എന്നിട്ട് പൈപ്പ് തുറക്കുക, പൈപ്പിൻ്റെ അടുത്ത് ഒരു ഉദു എടുക്കുക, ഉദു എടുത്തിട്ടും പോണില്ല, പിന്നെ ഓനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കുക. ഏത് എന്താ സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു മൂവാണ് റസൂലുള്ളാഹിന്റെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇരുന്നിട്ട് കടന്നിട്ട് ഒരാൾക്ക് ദേഷ്യം വരാണ്, അപ്പോൾ ഇരിക്കുക, ഇരുന്നിട്ടും കഴിയില്ല, നിൽക്കുക, നടക്കുക, പൈപ്പിൻ്റെ അടുത്തേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണേ ഉദു എടുക്കുക എന്നാണ്. അതിന് ശേഷം പൈപ്പിൻ്റെ അടുത്തേക്ക് പോയാലല്ലേ ഉദു എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ.
ചെയ്യേണ്ടി വരും. സ്ത്രീകൾക്ക് പൊതുവെ പറയണില്ല, റെക്കോർഡായതുകൊണ്ട് പറയുന്നില്ല. ഇതൊരു സ്ത്രീ പൊതുവെ സ്ത്രീകളുടെ അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ക്ഷമിക്കുക, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.